കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒടുവിൽ ആ തീരുമാനം പ്രഖ്യാപിച്ചു. കെ.സി. വേണുഗോപാലിനെ കൈയൊഴിഞ്ഞു. വി.ഡി. സതീശനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. കെ.സി. വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി 2.5 മണിക്കൂറോളം അനുനയ ചർച്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു പ്രഖ്യാപനം. മുസ്ലിം ലീഗിന്റെ കടുത്ത സമ്മർദ്ദവും വി.എം. സുധീരൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായവും ആണ് വി.ഡി. സതീശന് നിർണായകമായത്, തുണയായത്. മുഖ്യമന്ത്രി കസേരയ്ക്കായി 10 ദിവസം നീണ്ടുനിന്ന പിടിവലികൾക്കൊടുവിലാണ് 11ാം ദിനം വി.ഡി. സതീശനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത്. കെ.സി. വേണുഗോപാലിന്റെ പേരിന് തന്നെയായിരുന്നു മുൻതൂക്കമെങ്കിലും ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഹൈക്കമാൻഡ് വി.ഡി. സതീശനെ തെരഞ്ഞെടുത്തത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി രാഹുൽ ഗാന്ധി കെ.സി. വേണുഗോപാലിനെ അടിയന്തര കൂടിക്കാഴ്ചയ്ക്ക് വസതിയിലേക്ക് വിളിച്ചു വരുത്തി. 2.5 മണിക്കൂറോളമാണ് കൂടിക്കാഴ്ച നീണ്ടുനിന്നത്. കെ.സി. വേണുഗോപാലിനെ അനുനയിപ്പിക്കാൻ ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ദീപാദാസ് മുൻഷി, മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും യോഗം ചേർന്നു. അനുനയത്തിന് പിന്നാലെയാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി ദീപാദാസ് മുൻഷി പ്രഖ്യാപനം നടത്തിയത്. It has been decided that Shri V.D. Satishan be appointed as the leader of the CLP. കടുത്ത അതൃപ്തിയിലുള്ള കെ.സി. വേണുഗോപാലിനെ അനുനയിപ്പിക്കാൻ രാഹുൽ ഗാന്ധി പരമാവധി ശ്രമിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും കൈവിട്ടതിൽ വലിയ അതൃപ്തിയിലാണ് കെ.സി. വേണുഗോപാൽ. പാർട്ടിക്ക് മുകളിൽ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ താൻ ശ്രമിച്ചിട്ടില്ലെന്ന് വി.ഡി. സതീശനെ ഉന്നം വെച്ച കെ.സി. പറഞ്ഞു. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമെന്ന ചോദ്യത്തിന് വേണമെങ്കിൽ അതും നൽകിയേക്കാമെന്നായിരുന്നു മറുപടി. കെ.സി. വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ രമേശ് ചെന്നിത്തലയും കാര്യങ്ങൾ ധരിപ്പിച്ചു. ലീഗിനെയും രാഹുൽ ഗാന്ധി വിവരങ്ങൾ അറിയിച്ചു. അതേസമയം കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാത്തതിൽ കെ. സുധാകരനും കടുത്ത അതൃപ്തിയാണ് നിലനിൽക്കുന്നത്. ഏറെ ദിവസങ്ങൾ നീണ്ടുനിന്ന നാടകീയതയ്ക്കും അനിശ്ചിതത്വത്തിനും ഒടുവിലാണ് വി.ഡി. സതീശനെ നിയമസഭാ കക്ഷി നേതാവായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത്. എല്ലാ പിന്തുണയും മുൻതൂക്കവും കെ.സി. വേണുഗോപാലിനായിരുന്നിട്ടും സതീശന് ഉയർത്തിയ വെല്ലുവിളിക്ക് മുന്നിൽ ഹൈക്കമാൻഡിനും രാഹുൽ ഗാന്ധിക്കും മുട്ടുമടക്കേണ്ടി വന്നു. ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ.